ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ബന്നും ചിക്കനും ഒക്കെ വെച്ചിട്ടുള്ള അടിപൊളി സ്നാക്സാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മൾ റമദാനിൽ ഒരുപാട് തരം കടികൾ ഉണ്ടാക്കുമല്ലേ, വെറൈറ്റി ആയിട്ട്. ഇതൊന്നും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, ഉണ്ടാക്കാത്തവരാണെങ്കിൽ. ആദ്യം തന്നെ ചിക്കൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ എണ്ണയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അതിന് കളറൊന്ന് ചേഞ്ചായി വരുന്ന സമയത്താണ് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. നല്ലോണം അങ്ങ് ഫ്രൈ ആയി വരേണ്ട കാര്യമൊന്നുമില്ല, കാരണം പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മൾ ചിക്കന്. അതിനകത്ത് ശേഷം കുറച്ച് പച്ചമുളക്, 1-2 പച്ചമുളക്, ഒരു സവാളയുടെ പകുതി കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, പിന്നെ കുറച്ച് ക്യാപ്സിക്കം എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, നമ്മുടെ ഗരം മസാല, അതുപോലെ തന്നെ ചില്ലി ഫ്ലെക്സ്, ഒറിഗാനോ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒറിഗാനോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യുക, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവറാണ്. ശേഷം കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. പിന്നെ നമ്മൾ ഒന്നൊരു ക്രീമി പരുവത്തിലാക്കി എടുക്കാനായിട്ട് 1 സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം അതിനകത്തോട്ട് പാല് ചേർത്ത് കൊടുക്കുക. പിന്നെ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവേ. ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ കൂടി ഒന്ന് ക്രീമി പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് നമ്മളെ മസാല. അതിനുശേഷം ഞാൻ ചെറിയ ബണ്ണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വലിയ ബണ്ണാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാൻ എടുത്ത്, എന്തായാലും ചെറിയത് ഉള്ളതുകൊണ്ട് ഞാൻ അത് എടുത്തുന്നേ ഉള്ളൂ. ചെറുതാകുമ്പോൾ കുറച്ച് ഭംഗിയാണ് കാണാനായിട്ട്. അതിനുശേഷം ഇതേപോലെ നടുക ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ, നേരെ പകുതിയാക്കിയിട്ട് എടുക്കുക. ഇത് നല്ല സോഫ്റ്റ് ബണ്ണാണ്. നിങ്ങളുടെ ഏതാണ് ഉള്ളതെന്ന് വെച്ചാൽ ഇഷ്ടമുള്ളത് എടുക്കുക കേട്ടോ. അതുപോലെ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം തന്നെ. അതിനുശേഷമില്ലേ നമ്മൾക്കിങ്ങനെ ഓരോ ബണ്ണ് എടുത്തിട്ട് ഒരു ഗ്ലാസ് കനമുള്ള എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് ഇതുപോലെ തന്നെ നടുക്ക് ഇതുപോലൊരു റൗണ്ട് ഷേപ്പിലാക്കി കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ആ ബണ്ണിന് കണക്കായിട്ടുള്ളൊരു പാത്രം എടുക്കുക. അപ്പോൾ നമുക്ക് മസാല നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. ശേഷം അതിനകത്തോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഇട്ട് കൊടുക്കുക കേട്ടോ, നിറയെ വെച്ച് കൊടുക്കുക നമ്മൾ. എന്നാലാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുക. അത് ഞാൻ എല്ലായിടത്തും നല്ലോണം തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾക്ക് അങ്ങനെ കുഴിയാക്കി എടുത്ത കാരണം കുറച്ച് കൂടുതൽ തന്നെ വെക്കാനായിട്ട് പറ്റും. അതിനുശേഷം നമ്മൾ മൊസറല്ല ചീസാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്ലൈസ് ചീസാണെങ്കിൽ അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്താൽ മതി. മൊസറല്ല ആകുമ്പം കുറച്ചുകൂടി നല്ല ഭംഗിയിൽ നമ്മൾക്ക് കിട്ടും. അതിനുശേഷം ഒരു പാനിൽ കുറച്ച് നമ്മൾ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ആക്കരുത്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറിന് ഒരു മാറ്റം വരും. അല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്തിട്ട് ചെറിയ തീയിൽ നമ്മൾക്ക് ചീസ് മെൽട്ടാകുന്നവരെ എടുക്കുക കേട്ടോ. അടച്ച് വെച്ച് ചെറിയ തീയിൽ വെച്ചാൽ മതി, 1-2 മിനിറ്റ്. അതിനുശേഷം നമുക്ക് അതിന് മേലെ ചില്ലി ഫ്ലെക്സ് കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ അടിപൊളി സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ചീസി ആയിട്ടുള്ള സ്നാക്കാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ.